കഴിഞ്ഞ ദിവസം മമ്മി വിളിച്ചായിരുന്നേ. മമ്മിക്ക് ലക്കിയെ കണ്ടാക്കൊള്ളാന്നുണ്ട്. ഞാൻ പറഞ്ഞു ലക്കി ഓഫീസിൽ ഭയങ്കര ബിസി ആയിരിക്കും, അവക്ക് എന്നെ കാണാൻ പോലും സമയമില്ല. എന്നാലും മമ്മി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒരു ദിവസം പോയി കാണണ്ടേ? ഞാൻ കൊറേ നേരമായി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, കേൾക്കുന്നുണ്ടോ? ഞാൻ കേട്ടു, അമ്മേനെ കാണാൻ പോകുന്ന കാര്യല്ലേ? ആരുടെ അമ്മേ? എന്റെ അമ്മേനെ. ബെസ്റ്റ്. എടോ എന്റെ അമ്മയല്ല, എന്റെ അമ്മയെ കാണാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞത്. നമുക്ക് പോവാം. എന്നാ പോണേ? അതാ ഞാൻ ചോദിക്കുന്നത്. നീരു അധിക ദൂരം പോവല്ലേ? എടോ താൻ എന്തിനാണ് എന്നെ കാണാന്ന് പറഞ്ഞത്? സംസാരിക്കാൻ. താൻ എന്താ എന്നോട് ഇത്രയും നേരമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്? സംസാരിക്കാലോ. വാ ചേച്ചി, ഐസ്ക്രീം പ്രൊപ്പോസ് ചെയ്തല്ലേ, വന്നേ. എനിക്ക് വരാം. ഇനി സംസാരിക്കാലോ. എന്താ പറ, നമ്മൾ എപ്പോഴാണ് മമ്മിയെ കാണാൻ പോകുന്നത്? ചേട്ടാ, എന്താ ഡൗട്ടാ? ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? അതെ, ഈ ഐസ്ക്രീമിലെ ക്രീം നിറച്ചതാരാ? തൊപ്പി വെച്ച ചേട്ടനെ കണ്ട ആ ചേട്ടനാണ് നിറച്ചത്. ഓഹോ, ഈ തേങ്ങയിൽ വെള്ളം നിറക്കണ ആരാ? മോനെ, ഈ തേങ്ങയിൽ വെള്ളം നിറക്കുന്നതല്ല, ഈ തേങ്ങ ഉണ്ടാവുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം ഉണ്ടാവുന്നതാണ്. അല്ല, ഗോഡ് ഫിൽ ചെയ്യുന്നതാണ്. ആണോ? ഈ മുട്ടയിൽ ആരാ ഫില്ല് ചെയ്യണേ? ഗോഡ് അല്ല, ഈ ചേട്ടന് ഒന്നും അറിയില്ല, കോഴിയാണ് ഫില്ല് ചെയ്യുന്നേ. ചോദ്യം. ചേട്ടാ, എന്റെ അടുത്ത ഡൗട്ട് ഇതാണ്, ഈ വണ്ടാരം വലിയ കോഴിയാണോ അതോ ചെറിയ കോഴിയാണോ ആദ്യം ഉണ്ടായത്? നീ ന്യൂജനല്ലേ, അപ്പൊ മുട്ടയ്ക്ക് വിട്ടാ? ആ, തനിക്കൊന്നും പറയാനല്ലേ? എന്താണ് ഇത്? നിർത്തട, എത്ര നേരമായി മറക്കാൻ പറ്റുന്നില്ലടാ. ഇന്ന് രാവിലെ കൂടെ ഒരു കുഴപ്പമില്ലാണ്ടിരുന്നില്ലേ? ഇനി കാര്യം എന്ത് ചെയ്യാനാണ്, ആളുകളുടെ കാര്യം ഇത്രേ ഉള്ളൂ. എടാ, ഈ കരച്ചില നിർത്ത്, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ നോക്ക്. എനിക്കത് വേണ്ട. അങ്ങനെ പറയല്ലേ, അത് നിനക്ക് ഇഷ്ടപ്പെട്ട കപ്പയും മീൻകറിയൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്, കഴിക്കും. ഇവിടെ സത്യം പറയുമ്പൊന്നും കഴിക്കാൻ തോന്നില്ലെങ്കിൽ നീ കരച്ചിലും നിർത്ത്. എടാ അഭി, നീ അവനെ സമാധാനിപ്പിക്കാതിരിക്കണം, അത് കരയിക്കാതിരിക്കണം. അവൻ എന്തെങ്കിലും പറഞ്ഞ് സമാധാനപ്പെട്ട് വരുമ്പോഴത്തേക്ക് നീ എന്തെങ്കിലും പറഞ്ഞ് ഇനിയിട്ട് കരയിക്കും. അതിന് ഞാനിപ്പോ എന്താ പറഞ്ഞത്? ആ മീനും എന്തിപ്പോ എഴുന്നേറ്റുള്ളൂ? അത് DIG കരയുന്നതാ. അല്ല, അത് വേറൊന്നുമില്ല, നമ്മുടെ ടിപ്പുമില്ലേ, ടൈപ്പ് റൈറ്റർ, അതിന്ന് രാവിലെ തൊട്ട് എന്നേക്കായിട്ട് ആത്മാവ് ഇടുന്നു. സംസാരിക്കുന്നു, ഇപ്പൊ സംസാരിക്കാനല്ലേ പറ്റുള്ളൂ. എന്താ റിട്ടേൺ ടിക്കറ്റിന്റെ കാര്യം? അതാ ഞാൻ പറയുന്നേ, ഒന്ന് കേക്ക്. എന്തായി? ഇവിടെ എനിക്ക് മുംബൈയിൽ നല്ലൊരു ഓപ്പണിംഗ് വന്നിട്ടുണ്ട്, നല്ല ഓഫറാ. സോ അഭി, ഞാൻ അതൊന്നും ശരിയാവില്ല, നിങ്ങൾ തിരിച്ചു വാ. അഭി ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര കാലം ഈ കൊച്ചി പോലുള്ള ചെറിയ സിറ്റിയിൽ ഇങ്ങനെ കിടക്കും? മുംബൈ ഇസ് ടു ബിഗ്. അഭിക്കും കുറച്ചുകൂടെ നല്ല എക്സ്പോഷർ കിട്ടും. നീ ഇപ്പൊ എന്താ മീൻ ഇങ്ങനെ പറയുന്നത്? ഇത്ര നാളെ നിനക്ക് ഇവിടെ മതിയായിരുന്നല്ലോ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, നിന്റെ കോളേജിലെ പഴയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവല്ലേ അവിടെ, പകലും രാത്രിയും പുറകെയാണെന്ന് ഉപദേശിക്കുന്നുണ്ടാവായിരിക്കും. അവരങ്ങനെ ഉപദേശിച്ചിട്ടൊന്നുമില്ല, ഒരു സജഷൻ പറഞ്ഞേ ഉള്ളൂ. അതിനാണോ നീ ഇങ്ങനെ നടന്നത്? മനസ്സിലായി. എടി, എനിക്ക് നിന്നെ പോലെ അവസരത്തിനൊന്നും അഭിപ്രായം മാറാൻ പറ്റത്തില്ലേ? എനിക്ക് ഇവിടെ കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ ടോക്ക് ഇപ്പൊ തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം. അവിനാശ് എന്തായാലും ശരിക്കും ഒന്ന് ആലോചിക്കും. അവിനാശോ? അതെ മീനു. ഹലോ ഹലോ, മീനു എന്ത് പറഞ്ഞാ? ശവോടക്കിന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എടോ, തനിക്ക് എന്നോട് മര്യാദക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു, താൻ ആദ്യം തന്നെ എന്നോട് പറയണായിരുന്നു. എന്ത് പറയണായിരുന്നു? താൻ എന്നോട് പറയണായിരുന്നു തൻ്റെ കൂടെ ഒരാളുണ്ടെന്ന്. ഞാൻ വെറുതെ ഒരു ജോലി ഇല്ലാതെ ഇരിക്കുന്ന ആളൊന്നുമല്ല. എൻ്റെ ഷോപ്പിൽ നിന്ന് പുതിയ അറൈവൽസ് വരുന്നുണ്ട്. തനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് സമയം കണ്ടെത്തിയിട്ട് ഇങ്ങോട്ട് വന്നത്, അതറിയോ? ഒരു കുട്ടി എൻ്റെ കൂടെ വന്നതാണോ അറിഞ്ഞോ ഇപ്പൊ പ്രശ്നമായത്? എടോ, പ്രശ്നം കുട്ടിയൊന്നുമല്ല, ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രയോറിറ്റി. തനിക്കൊരു വാക്ക് പറഞ്ഞ് ഒഴിവാക്കായിരുന്നു. ഞാൻ എങ്ങനെ ഒഴിവാക്കും? MD എന്നോട് പറഞ്ഞ ഞാൻ എങ്ങനെയാ നോ പറയാ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, താൻ തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ലീവ് എടുത്ത് കറങ്ങാൻ എന്തോരം നുണ പറഞ്ഞിട്ടുണ്ട് തൻ്റെ MDയോട്? അതുപോലെ പറഞ്ഞ് ഒഴിവാക്കണം. അത് വേറെ ഇത് വേറെ. അത് മനസ്സിലായി, അത് വേറെ ഇത് വേറെയാണ്. തൻ്റെ ലൈഫിൽ ആർക്കൊക്കെ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എനിക്കിപ്പോൾ മനസ്സിലായി. എല്ലാവർക്കും അവരവരുടേതായ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പറഞ്ഞുള്ളതുകൂടെ കളയേണ്ടായിരുന്നോ?
അപ്പൊ ഞാനായിപ്പോ കുറ്റക്കാരൻ അല്ലേ? ഞാൻ ചെയ്ത തെറ്റെന്താന്നും കൂടെ ഒന്ന് പറയൂ. ഒരാൾ നമ്മളെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കുമ്പോ അത് ചെയ്തു കൊടുക്കണ്ടേ? എടോ ചെയ്തു കൊടുത്തോ? അതുപോലെ തന്നെ താൻ എന്നോട് വാക്ക് പറഞ്ഞിരുന്നു എൻ്റെ കൂടെ ഇന്നത്തെ ദിവസം മൊത്തം സ്പെൻഡ് ചെയ്യാന്ന്. അതിന് ഞാൻ എന്റെ വാക്ക് മാറ്റിയോ? ഞാനില്ലാണ്ട് ഇവൻ വേറെ ആരുടെയും കൂടെ പോവില്ലായിരുന്നോ? അദ്ദേഹത്തിന് എന്നോട് അത്രയ്ക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാ ഇവൻ എന്റെ കൂടെ പറഞ്ഞു വെച്ചേ. എടോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ലക്കി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടുകൊണ്ടാണോ നിങ്ങളുടെ MD കൊച്ചിനെ വളർത്തുന്നത്? അല്ലല്ലോ. അല്ല. അല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? താനില്ലെങ്കിൽ അവർ വേറെ ആളെ നോക്കി പോകും. കാരണം അവർക്ക് അവരുടെ കാര്യമാണ് പ്രധാനം. അത്രേ ഉള്ളൂ. ചേട്ടാ, ഞാൻ കാരണമാണോ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ വഴക്കിടുന്നത്? അല്ല, ചേട്ടനൊരു തമാശ പറഞ്ഞല്ലേ. ഞാൻ കാരണമാണെങ്കിൽ ഞാൻ നല്ല കുട്ടിയായിട്ടിരുന്നോ, ഒരു പ്രശ്നം ഉണ്ടാക്കൂല. ഈ കഥകളെല്ലാം തുറന്നിട്ടിട്ട് ഇവന്മാരെല്ലാം കൂടെ എവിടെ പോയി? പട്ടി മഴക്കാലത്ത് വല്ല പട്ടിയും കയറിയിരുന്ന അറിയത്തുമില്ല. ഛേ, ഇതെവിടെ നീ ഒച്ച കേൾക്കുന്നേ? ഒച്ച മാത്രം കേൾക്കാം. എവിടെ ഈ സാധനം? അയ്യോ, മോനെ എന്ത് പറ്റിയടാ? എപ്പം? ഇന്ന് രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്നായിരുന്നു. എന്ത് പറ്റിയതാടാ? ഒരു പിടിയില്ല ചേച്ചി. വലിയ കഷ്ടമായി പോയല്ലോ. മോനോട് ഇതാരാ ഇപ്പൊ പറഞ്ഞേ? വേറെ ആര്? നമ്മുടെ സാം. കഷ്ടമായി പോയി. എന്റെ എല്ലാ കഷ്ടകാലത്തിനും എന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ചേച്ചി. പെട്ടെന്ന് രാവിലെ ഒന്നും ഇല്ലാന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാ മോനെ, ചിലരുടെ പോക്ക് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലും എന്തുകൂടെ പെട്ടെന്ന് ഇങ്ങനെ? എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ? സാധാരണ ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോ നമ്മുടെ സാം നോക്കി ശരിയാവുന്നായിരുന്നു. ഇതിപ്പോ അയ്യോ. നമ്മുടെ സാമാൻ ഇതൊക്കെ അറിയാവോ? പിന്നെ സാമല്ലേ ഇത്രയും കാലം എന്റെ ടിപ്പൂനെ നോക്കിക്കൊണ്ടിരുന്നത്. ആണോടാ? എന്തോ ചെയ്യാനാടാ, ഓരോരുത്തരുടെ ഓരോ അവസ്ഥ. ചെറുപ്പത്തിൽ തന്നെ ഓരോന്ന് വന്നിങ്ങി പോവാൻ. അല്ല, ഞാൻ പൊതുവെ ഓരോരോ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞതാ. സാമൂന് അവനാശമൊക്കെ എന്തിയടാ? അവര് പുറത്തെവിടെയോ പോയി. ആണോ? എന്നാ അവര് വന്നിട്ട് ഞാൻ എന്തേലും ഉണ്ടാക്കാം. മോന്നാ, കുറച്ചേരം കൂടെ കിടന്നു. നീ ഇങ്ങനെ സങ്കടപ്പെടാതെ കുഞ്ഞെ. എനിക്ക് ഇങ്ങനെ സങ്കടപ്പെടാൻ അറിയൂ. കുറച്ചേരം കൂടെ കിടന്നു കഴിഞ്ഞാൽ വിഷമം മാറും. പോട്ടെ.